ബാബറി മസ്ജിദ് പൊളിക്കലും പിന്നീടുണ്ടായ സംഭവവികാസങ്ങളും രാജ്യചരിത്രത്തിലെ നിർണായക ദിനങ്ങളായത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. സംഭവത്തെ എതിർത്തും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തുവന്ന ശേഷം പിന്നീടുണ്ടായ നീണ്ട കോലാഹലങ്ങൾക്കും നിയമ നടപടികൾക്കുമൊക്കെ ശേഷം അവിടെ രാമക്ഷേത്രം ഉയരുകയും ഇതിന്റെ ചുവടുപിടിച്ച് BJP അധികാരത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ നിരവധി മസ്ജിദുകളിലെ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടുമൊരു ബാബറി മസ്ജിദ് ചരിത്രത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോറിലെ കമാൽ മൗല പള്ളിയിൽ നടത്തിയ സർവേ റിപ്പോർട്ട് പുരാവസ്തു വകുപ്പ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ക്ഷേത്രമുണ്ടായിരുന്നതിന്റെ അടയാളങ്ങൾ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയെന്നും കമാൽ മൗല പള്ളിയുടെ നിർമ്മാണത്തിന് ക്ഷേത്രഭാഗങ്ങൾ ഉപയോഗിച്ചെന്നും പുരാവസ്തു വകുപ്പ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ 1903 പുരാവസ്തു വകുപ്പ് സർവേ നടത്തിയ പള്ളിയാണ് ഇതെന്നും തീർപ്പ് കൽപ്പിച്ച ശേഷം വീണ്ടും ഒരു സർവേ നടത്തിയതിനെ കമാൽ മൗല മസ്ജിദ് പരിപാലന കമ്മിറ്റി രൂക്ഷമായി വിമർശിച്ചിട്ടുമുണ്ട്. അന്ന് കണ്ടെത്താത്ത കാര്യങ്ങൾ ഇപ്പോഴത്തെ സർവേയിലുണ്ടായത് സംശയാസ്പദമാണെന്നും കമാൽ മൗല മസ്ജിദ് അധികൃതർ പറയുന്നു. ഹിന്ദുത്വവാദികൾ സരസ്വതി ക്ഷേത്രമെന്ന് അവകാശപ്പെടുന്ന പള്ളിയുടെ 106 തൂണുകളിലും 82 ചതുരസ്തംഭങ്ങളിലുമുള്ള കൊത്തുപണികളും അലങ്കാരങ്ങളും പരിശോധിച്ചാൽ അവ ക്ഷേത്രത്തിൻ്റെതാണെന്ന് പറയാനാകുമെന്നാണ് ASI റിപ്പോർട്ടിലുള്ളത്. ദേവതകളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ കൊത്തിയത് നീക്കം ചെയ്താണ് പള്ളി നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. പള്ളിയിൽ ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ടാണ് അവ മറയ്ക്കുകയോ വിരൂപമാക്കുകയോ ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തൂണുകളിലും ചതുരസ്തംഭങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സംസ്കൃത ലിപികൾ സ്ഥലത്തിന്റെ ചരിത്ര സാഹിത്യ വിദ്യാഭ്യാസ പ്രാധാന്യം വിളിച്ചോതുന്നതാണ്. ഒരിടത്ത് കൊത്തിവെച്ചത് 1904 മുതൽ 1133 വരെ ഭരിച്ച പരമര രാജവംശത്തിലെ നരവർമ്മൻ രാജാവിന്റെ കാലത്തെ ലിപികളാണെന്നും ASI റിപ്പോർട്ടിൽ പറയുന്നു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ആരാധനാ കേന്ദ്രമായി കരുതുന്ന സ്ഥലമാണിത്. വെള്ളിയാഴ്ചകളിൽ മുസ്ലിങ്ങൾ നമസ്കാരവും ചൊവ്വാഴ്ചകളിൽ ഹിന്ദുക്കൾ പൂജയും നടത്തുന്നതാണ് 2003 മുതലുള്ള രീതി. മധ്യകാലഘട്ടത്തിൽ നിർമ്മിച്ച ബോധ്ശാല സമുച്ചയത്തിൽ ASI സർവേക്ക് നിർദ്ദേശിച്ച് മാർച്ച് 11 മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടത്. 6 ആഴ്ചയ്ക്കകം ശാസ്ത്രീയ സർവേ നടത്തി സമുച്ചയം സംബന്ധിച്ച കാര്യങ്ങളിലെ സംശയം ദൂരീകരിക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയാണ് സമുച്ചയത്തിൽ അവകാശം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെതിരെ മുസ്ലിം വിഭാഗം സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി സുപ്രീം കോടതിയിലും എത്തിയിരുന്നു. 1998 ബജ്രംഗ് ദളിനും മറ്റ് ചില ഹിന്ദു സംഘടനകൾക്കും വേണ്ടി വിമൽകുമാർ ഗോദ എന്നയാൾ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഇതിന് ASI നൽകിയ മറുപടിയിൽ സമുച്ചയം കമാൽ മൗല പള്ളിയാണെന്നും ബോധ്ശാലയാണെന്നത് സങ്കല്പമാണെന്നും ആയിരുന്നു വ്യക്തമാക്കിയിരുന്നത്. കമാൽ മൗല മസ്ജിദിൽ ASIയുടെ നേതൃത്വത്തിൽ 3 മാസം നീണ്ട സർവേ നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് 2000-ലേറെ പേജുള്ള റിപ്പോർട്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ചിന് മുമ്പാകെ ASI കൗൺസിൽ ഹിമാൻഷു ജോഷി സമർപ്പിച്ചത്. ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന പേരിലുള്ള സംഘടനയാണ് ബോധ്ശാല സമുച്ചയത്തിലെ പള്ളി ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് സർവേ നടത്താൻ മാർച്ച് 11 ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. മാർച്ച് 22 ASI സർവേ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തിടെയാണ് സർവേ പൂർത്തിയായതും. ജൂലൈ 15 പൂർണ്ണമായ സർവേ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഈ മാസം ആദ്യത്തിൽ ഹൈക്കോടതി ASIയോട് നിർദ്ദേശിച്ചിരുന്നു. ബോധ്ശാലയിൽ ദിവസവും പൂജ നടത്തുന്നത് 2003 മുതൽ ASI വിലക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ഹിന്ദു വിഭാഗം കോടതിയെ സമീപിച്ചത്. കമാൽ മൗല പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥന തടയണമെന്നും ആവശ്യമുണ്ടായിരുന്നു. ബോധ്ശാല നിലവിൽ ASI മേൽനോട്ടത്തിലാണ് നടന്നുപോകുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം പൂർണ്ണമായി സരസ്വതി ക്ഷേത്രമാണെന്നാണ് ഹിന്ദു വിഭാഗം വാദിക്കുന്നത്. 2003 ASI ഉത്തരവ് പ്രകാരം ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും പൂജ നടക്കുന്നുണ്ട്. വാഗ്ദേവി സരസ്വതിയുടെ ക്ഷേത്രമാണിതെന്നും സമുച്ചയത്തിന്റെ ഒരു ഭാഗം ഉപയോഗിക്കാൻ മുസ്ലിങ്ങൾക്ക് അവകാശമില്ലെന്നും ഹർജിക്കാർ വാദിച്ചിരുന്നു. അതേസമയം ഇതിനോട് ചേർന്നുള്ള കമാൽ മൗല മസ്ജിദിൽ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നമസ്കാരവും നടക്കുന്നുണ്ട്. സരസ്വതി ദേവിയുടെ വിഗ്രഹം ലണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും ഹിന്ദു വിഭാഗം ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. AD 1034 അന്നത്തെ ഥാർ ഭരണാധികാരി ബോധ്ശാലയിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം 1857 ബ്രിട്ടീഷുകാർ ലണ്ടനിലേക്ക് കടത്തുകയായിരുന്നുവെന്നാണ് ഇവരുടെ വാദം. തങ്ങളുടെ മതകേന്ദ്രം തിരിച്ചുപിടിക്കാനുള്ള നിയമ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണെന്ന് ഹർജിക്കാരിലൊരാളായ ആശിഷ് ഗോയൽ മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിൽ പ്രതികരിച്ചിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ധാറിലെ ഖാദി വഖാർ സാദിഖ് വ്യക്തമാക്കുകയും ചെയ്തു. ഹൈക്കോടതി വിധി മുസ്ലിം സമുദായത്തിന് അംഗീകരിക്കാനാവില്ല. ഇതിനെതിരെ കമാൽ മൗല മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ബോധ്ശാലയിലെ ASI സർവേ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മസ്ജിദ് കമ്മിറ്റി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ഹർജി. മൗലാന കമാലുദ്ദീൻ വെൽഫെയർ സൊസൈറ്റിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്.
സമുച്ചയത്തിന്റെ സ്വഭാവം മാറ്റുന്ന തരത്തിലുള്ള ഖനനം നടത്തരുതെന്ന് ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശമെങ്കിലും സർവേ നടപടികൾ തടഞ്ഞിട്ടില്ല. അനുമതിയില്ലാതെ സ്ഥലത്ത് ഒരു നടപടികളും ഉണ്ടാവരുതെന്നും ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഹർജിയിൽ നിലപാട് വ്യക്തമാക്കാൻ കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അയോധ്യ ഒരു പ്രതീകം മാത്രം, കാശിയും മഥുരയും വരാനിരിക്കുന്നു എന്നായിരുന്നു ബാബറി മസ്ജിദ് തകർത്തപ്പോൾ കർസേവകർ പറഞ്ഞത്. എന്നാൽ ഇവിടെ മാത്രം ഒതുങ്ങില്ല ഈ തർക്കങ്ങൾ എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അജ്മീർ ദർഗ നിർമ്മിച്ചത് ക്ഷേത്രം പൊളിച്ചാണെന്ന അവകാശവാദം ഉന്നയിച്ച് മഹാറാണ പ്രതാപ് സേന രംഗത്തു വന്നിരുന്നു. താജ്മഹലും പരിസരവും സർവേ നടത്താൻ ഹിന്ദുസഭ നിവേദനം നൽകുമെന്ന് സംഘടനയുടെ നേതാവ് സൗരഭ് ശർമ്മ നേരത്തെ പ്രസ്താവിക്കുകയുണ്ടായി. ഡൽഹി ജുമാ മസ്ജിദ്, കുത്തബ് മിനാർ, ഗുജറാത്തിലെ സിദ്ധപൂർ ജുമാ മസ്ജിദ്, മധ്യപ്രദേശ് ധാർ ജില്ലയിലെ കമാല മൗല മസ്ജിദ്, വിദിഷ നഗരത്തിലെ ബീജ മണ്ഡൽ മസ്ജിദ്, പശ്ചിമ ബംഗാൾ പാണ്ഡുവിലെ അദീന മസ്ജിദ് തുടങ്ങി പല പ്രമുഖ പള്ളികളും മുസ്ലിം സ്ഥാപനങ്ങളും അവരുടെ പട്ടികയിലുണ്ടായിരുന്നുവെന്നും അന്ന് വാർത്തകൾ വന്നിരുന്നതാണ്. കോഴിക്കോട് കുറ്റിച്ചിറ പള്ളി എന്നിങ്ങനെ കേരളത്തിലെ പല പള്ളികളും അതിലുൾപ്പെടുന്നവയാണ്. ഉത്തരേന്ത്യയിലെ പ്രമുഖ പള്ളികളെല്ലാം മുഗൾ ഭരണാധികാരികൾ ക്ഷേത്രങ്ങൾ പൊളിച്ച് നിർമ്മിച്ചതാണെന്ന് VHPയും RSSും ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്നുണ്ട്. മാത്രമല്ല, മഥുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയും കാശിയിലെ ഗ്യാൻവാബി പള്ളിയും പുതിയ തർക്കമന്ദിരങ്ങളായി മാറിയിട്ടുണ്ട്. മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഷാഹി ഈദ്ഗാഹ് പള്ളി പൊളിച്ചുമാറ്റി അതിരുന്ന 13.3 ഏക്കർ സ്ഥലം ശ്രീകൃഷ്ണ ജന്മഭൂമിക്ക് വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജന അഗ്നിഹോത്ര എന്ന വ്യക്തി നൽകിയ ഹർജി മധുര ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ച് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഷാഹി ഈദ്ഗാഹ് പള്ളിയുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജിക്ക് ബാബറി കേസുമായി അനേകം സമാനതകളുമുണ്ട്. ശ്രീരാമനാണ് ബാബറി കേസിലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് മധുരയിലുള്ളത്. ഷാഹി ഈദ്ഗാഹ് പള്ളി നിൽക്കുന്നത് ശ്രീകൃഷ്ണ ജന്മഭൂമിയായ കത്ര കേശവദേവ് നഗരത്തിലാണ്. 1658 മുതൽ 1707 വരെ ഇന്ത്യ ഭരിച്ച മുഗൾ രാജാവ് ഔറംഗസീബ് കത്ര കേശവദേവിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്നും 1968 പള്ളി മാനേജ്മെന്റ് സമിതിയും ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംഘവും ചേർന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ശ്രീകൃഷ്ണ ഭൂമി തട്ടിയെടുത്തതാണെന്നും തുടങ്ങിയ ഹർജിയിലെ പ്രധാന ആരോപണങ്ങളുണ്ട്. 1699 ഔറംഗസീബാണ് ഗ്യാൻവാബി പള്ളിയും നിർമ്മിച്ചത്. ഹിന്ദുക്കൾ പുണ്യസ്ഥലമായി കാണുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നാണ് ഇത് നിലനിൽക്കുന്നത്. 2000 വർഷത്തിനു മുമ്പ് വിക്രമാദിത്യൻ നിർമ്മിച്ച ശിവക്ഷേത്രം പൊളിച്ചാണ് ഗ്യാൻവാബി മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നതും ഇതിൽ 12 ജ്യോതിർലിംഗങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇത് ഹിന്ദുക്കൾക്ക് ആരാധിക്കാൻ വിട്ടുതരണം എന്നതാണ് ആവശ്യം. കാലാകാലങ്ങളായി ഈ ആരോപണവും അവകാശവാദവും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. 1000 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണ് കുറ്റിച്ചിറ ജുമാ മസ്ജിദ് പള്ളി. പഴയകാലത്തെ മതസാമുദായിക കാര്യങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം കൂടിയായിരുന്നു ഈ പള്ളി. മുസ്ലിംകൾക്കിടയിലെ പ്രശ്നങ്ങൾക്ക് മതവിധിയുടെ അടിസ്ഥാനത്തിൽ ഖാദിമാർ പരിഹാരം കണ്ടിരുന്നത് ഇവിടെ വച്ചായിരുന്നു. കോഴിക്കോട്ടെ തീരപ്രദേശത്തെ മുസ്ലിം കേന്ദ്രമായ കുറ്റിച്ചിറയിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ നിർമ്മാണ കാലത്തെക്കുറിച്ച് രേഖകളൊന്നും ലഭ്യമല്ല. കൈഫി എന്ന പേരിൽ അറിയപ്പെടുന്ന അബീബക്കറി സഫ്രദി എന്നിവരുടെ മകൻ ഖാജ ബദറുദ്ദീൻ ഷെരീഫ് ഹുസൈൻ എന്നയാൾ ഹിജ്റ വർഷം 885 പള്ളി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായി പുറംപള്ളിയുടെ മച്ചിൽ ഒരിടത്ത് രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. ഹിജ്റ 1094 ഹോനോവാർ സ്വദേശിയായ ഷൈഖ് ഇബ്രാഹിം ബിൻ നാഗൂദയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ പള്ളിയെ മിമ്പർ പുതുക്കി പണിതത്. മിമ്പറിന്റെ മധ്യഭാഗത്തായി ഈ വിവരങ്ങൾ അറബി ഭാഷയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. സാമൂതിരി രാജാക്കന്മാർ ഈ പള്ളിക്ക് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു പോന്നിരുന്നവരാണ്. ഖാദിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പോലും സാമൂതിരിമാരുടെ സാന്നിധ്യം ഉണ്ടാകുമായിരുന്നു. ഷൈഖ് ജിഫ്രി, മുമ്പറം സയ്യിദ് അലവി തങ്ങൾ, ഖാദി മുഹിയുദ്ദീൻ എന്നിവരുടെ വേർപാടിലുള്ള ദുഃഖം പ്രകടിപ്പിക്കുന്ന വിലാപ കവിതകൾ ഈ പള്ളിയുടെ ചുവരുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുദ്ദീൻ കുട്ടി ഖാദി, വെളിയങ്കോട് ഉമർ ഖാദി, സാദു അഹമ്മദ് തുടങ്ങിയവരാണ് അതിൻ്റെ രചയിതാക്കൾ. കോഴിക്കോട് ഖാദിമാരിൽ പ്രമുഖനായിരുന്ന ഫക്രുദ്ദീൻ ഇബ്നു ഉസ്മാൻ, ഷൈഖ് റിയാഹുദ്ദീൻ, അബ്രൂബക് ഇബ്നു ഖാദി അഹമ്മദ്, ഖാദി മുഹിയുദ്ദീൻ, കുഞ്ഞുദ്ദീൻ കുട്ടി ഖാദി, സയ്യിദ് ഹുസൈൻ മുല്ലക്കോയ തങ്ങൾ എന്നിവരുടെ ആസ്ഥാനം ഈ പള്ളിയായിരുന്നു. 2 നിലാമുറ്റങ്ങളോട് കൂടിയ പള്ളിയുടെ വിസ്തീർണം 5500 ചതുരശ്ര അടിയാണ്. അകമ്പള്ളിയോടനുബന്ധിച്ച് നിർമ്മിച്ച പുറം ഹാളും ഉമ്മറവും കൊത്തിവെച്ച ഖുർആൻ വാക്യങ്ങളാലും ചിത്രങ്ങളാലും മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് ഇവിടം. 1974 ഡിസംബർ 13 വലിയ തുക ചെലവഴിച്ച് ഈ പള്ളി പുനരുദ്ധാരണം നടത്തുകയും ചെയ്തിരുന്നു.